ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത് അല്ലേ? ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. തുടക്കം എങ്ങനെയായിരുന്നു? ലൈക്ക് ബ്രദറാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ്. അതിന് മുന്നേ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുക. അതൊന്ന് പറയാമോ, എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം? ആക്ച്വലി ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഫുഡ് കൊടുക്കാനും കഴിക്കാനും ഫാമിലി മുഴുവൻ. അങ്ങനെയുള്ളവരാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അവർക്കാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ്. അതായത് അപ്പോൾ ഫാമിലിയുടെ മുഴുവൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലേ? പാരന്റ്സ് അടക്കം. പിന്നെ എല്ലാവരും ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി. അപ്പോൾ ആളത് ഇഷ്ടമുള്ളതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി പഠിച്ചു. ദെൻ ഈ കെയിം ബാക്ക്, ഇന്റേൺഷിപ്പ് ചെയ്തു, ദുബായിൽ ഷെഫായിട്ട് വർക്ക് ചെയ്തു കുറച്ച് നാൾ. ദെൻ ഈ തോട്ട് ഓഫ് ബ്രിങ്ങിങ് ദിസ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി. ഇതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് 1 ഇയറാണ്. പക്ഷേ അതിൻ്റെ പുറകെ ഒരു 1.5 years ഇതിൻ്റെ പുറകിൽ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡിയും സ്ട്രഗിളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 22 years 23 ആണ്. 23 years. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഫയർ ആണല്ലേ ഇതുപോലെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, അവിടുന്ന് നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അത് ഭയങ്കര ഒരു ഇന്നോവേഷൻ തന്നെ. ആ പ്രായത്തിലൊക്കെ ഞാനൊക്കെ കളിച്ചെടുക്കണം. മീറ്റു. ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി. എന്ത് നമുക്ക് വീട്ടിൽ നിന്ന് ആൾക്കാർ ആ പ്രായത്തിൽ വർക്ക് ചെയ്യുകയും പുഷ് ചെയ്താലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വഭാവം തന്നെ വരും. ദിസ് ഗൈ ഇസ് ലൈക്ക് എക്സ്ട്രീംലി അൺബിയറബിൾ ബിക്കോസ് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ചെയ്യണ കാര്യത്തിൽ. എല്ലാത്തിലും ഇൻവോൾവ്ഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എന്താ പോയി നോക്കി ചെയ്യിപ്പിക്കും. ഒരു റെസിപ്പി, എല്ലാ റെസിപ്പിയും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ആരെന്ത് ചെയ്യുകയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും, അതിൽ നോക്കും. ഇത്രയും ചിന്തിക്കണത് എനിക്ക് തോന്നുന്നു 30+40 അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ ചിന്തിക്കുള്ളൂ. ആ രീതിയിലാണ്. ഭയങ്കരമായിട്ട് എനിക്ക് പോലും പല കാര്യങ്ങളും ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് അതർ ഫീൽഡിലുണ്ടെങ്കിലും നമ്മളിപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അശ്വിൻ ആക്ച്വലി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വരാൻ പറ്റാതെ പോയത്. പക്ഷേ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ബ്രദർ തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ബ്രദറാണ് ഇത് ഫുള്ള് മാനേജ് ചെയ്യുന്നത് അല്ലേ? താങ്കളൊരു മാനേജറും കൂടെയാണ് ഇതിൻ്റെ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോളം തന്നെ ചുമതല താങ്കൾക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡേ ടു ഡേ ഫംഗ്ഷൻ റൺ ചെയ്ത് പോകുന്നത്? അതൊരു ഓട്ടോ പൈലറ്റ് മോഡ് ആയോ, അതേ നിങ്ങളുടെ ഒരു സ്ഥിരം സാന്നിധ്യം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ്? നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാന്ന് വെച്ചു, വണ്ടി ഓടിക്കാൻ പഠിച്ചു, പുറത്ത് പോയി പഠിച്ചു, ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു. എന്നിട്ട് തിരിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ വന്നാലും വീട്ടിലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്ര ശരി ഓടിച്ചു ഇടിക്കണില്ല എങ്കിൽ പോലും ഒന്ന് ഇൻഡിക്കേറ്റർ ഓൺ അടിക്കും, സ്പീഡ് കുറയ്ക്കും. ദാറ്റ് തിങ് വിൽ ബി ദെയർ. അത് ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. സം ടൈം നമ്മൾ ഓവർബോർഡ് ആവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പിടിക്കാനൊരാളും മോണിറ്ററിംഗ് ഇസ് എവറി ഡേ. ഈവൻ ഇഫ് ഇറ്റ്സ് ഓട്ടോ പൈലറ്റ് മോഡിലാണെങ്കിലും ഒരു കണ്ണെപ്പോഴും. മാത്രമല്ല ഇത്രയും ക്രൗഡ്. ഇപ്പം നമുക്ക് നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം കുറേ നോയ്സിയാണ്. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ. ഞങ്ങൾക്ക് സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ആംബിയൻസിൽ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 22 years അല്ലെങ്കിൽ 23 years ഓൾഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഒരു ഐഡിയ അവിടെ വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ് അല്ലേ? ഈ ഒരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ലോഗോ ഡിസൈനിങ് ആണെങ്കിലും പേരാണെങ്കിലും ബ്രാൻഡിങ് എലമെന്റ്സ് ആണെങ്കിലും ഇത് കംപ്ലീറ്റ് പുള്ളിയുടെ തന്നെ വിഷൻ. അതിൽ യാതൊരു സംശയമില്ല. ആള് റെഫറൻസുകൾ എടുക്കും, സെറ്റ് ചെയ്യും, മേക്ക് ചെയ്യാൻ മാത്രമേ കൊടുക്കൂ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിഷ് അല്ലെങ്കിൽ ഒരു ഐറ്റം എന്ന് പറയാനായിട്ട് ഏതാണുള്ളത്? കൂടുതലും ആൾക്കാർ ഇതിപ്പോൾ ലൈവ് കിച്ചൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സാധനം ഇപ്പോൾ ഓംലെറ്റ് ആണെങ്കിൽ പോലും വീട്ടിലുണ്ടാക്കിയെങ്കിലും നമ്മൾ പുറത്ത് പോയി തട്ടുകടയിൽ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ വി ലൈക്ക് ടു ബൈ. അപ്പോൾ ദാറ്റ്സ് ദ തിങ്. അപ്പോൾ ഈ ലൈവ് കിച്ചണിൽ ദേ ക്യാൻ സീ തിങ് ഉണ്ടാക്കുന്നതും അതൊക്കെ. ഈവൻ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് മൗത്ത് വാട്ടറിങ്. അപ്പോൾ ദാറ്റ്സ് ദ തിങ്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ വി ഫീൽ ലൈക്ക് ഹാവിങ്. അപ്പോൾ ആ കൗണ്ടറിൽ ബില്ലിംഗ് കൗണ്ടറിൽ വരുമ്പോൾ ദേ സീ ഓക്കെ ദോശ, ദോശ വിൽ ഓർഡർ ദോശ. അപ്പോൾ ഫാസ്റ്റ് മൂവിംഗ് എന്ന് പറയുമ്പോൾ ഘീ പൊടി ഇഡ്ഡലി, ഇഡ്ഡലിയിൽ ആ തട്ട് ഇഡ്ഡലി നെയ്യും ചമ്മന്തിപ്പൊടിയും എൻറ്റയർ തിങ് ഇവിടെ നെയ്യാണ്. അതിൻ്റെ ആ പ്രൈം സാധനം ഇതിനെ എല്ലാത്തിനും ആ ഫ്ലേവർ ആ ടേസ്റ്റ് ഫൈനൽ ടച്ച് കൊടുക്കുന്നത് നെയ്യാണ്. റെസ്റ്റ് എവറിഥിങ് ഇതുണ്ട് എങ്കിലും നെയ്യാണ് അതിൻ്റെ ഒരു സാധനം. അപ്പോൾ നമ്മൾ അത്രയും പ്യുവർ
ക്വാളിറ്റി സാധനം ആണ് നമ്മൾ യൂസ് അപ്പോൾ ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്നാണ് സോഴ്സ് ചെയ്യുന്നത്? അപ്പോൾ നെയ്യാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നന്ദിനിയാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇറ്റ്സ് വിസിബിൾ ഫ്രം യു. നമ്മൾ ആ പാക്കറ്റ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ പീപ്പിൾ തിങ്ക് ദാറ്റ് വെജിറ്റബിൾ ഓയിലാണ് വരുന്നത് ഈ ഒഴിക്കണം, ബിക്കോസ് നെവർ സീൻ പാക്കറ്റ്. നമ്മൾ ഇപ്പോൾ ഇത്രയും മാർക്കറ്റുണ്ട്, അതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ ബാറ്ററായിട്ട് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണതും അതൊക്കെ ചെയ്യണം. പല ആൾക്കാരും പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ ബ്രാൻഡ്സ് ഉണ്ട്. അവർക്കിടയിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഐഡലി കഫേ ഇത്രയും ഒരു ഫെയിമിലോട്ട് എത്തുക, അല്ലെങ്കിൽ ഒരു വൈറൽ ആയിട്ട് മാറുക? സോ അതിന്റെ പിന്നിൽ ഒരു USP ഉണ്ടാവുമല്ലോ. വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി? തിങ് ഈസ് ക്വാളിറ്റി. ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അതിൽ കൊണ്ടുപോവാം. ഒരു ദിവസം പോലും അതിൽ മാറ്റം വരുത്താണ്ട് എവറി ഡേ ഇമ്പ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. ക്വാളിറ്റിയാണ്, ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ടൈമിൽ ക്വാളിറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ ദാറ്റ്. അപ്പോൾ അവർ, എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അത് ബെസ്റ്റ് ക്രിറ്റിക്സ്. ഇപ്പോൾ ഇനിഷ്യലി എനിക്ക് തോന്നുന്നു ഒരു മൗത്ത് പബ്ലിസിറ്റി തന്നെ ആയിരിക്കും അല്ലേ? ഡെഫിനറ്റ്ലി. അതിലൂടെ മീഡിയ അറ്റൻഷൻ ഗ്രാബ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് കോഫി കുടിക്കാനും ആ ഒരു ആംബിയൻസിൽ ഔട്ട്ഡോർ ആണെങ്കിലും നിന്ന് കഴിക്കാനും ഒരു നിന്ന് കഴിക്കുന്നത് ആക്ച്വലി ബാംഗ്ലൂർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ് നമ്മൾ അതിനെന്താ പറയുന്നത്, ദർശനി സ്റ്റൈൽ. ആ ഒരു ക്യൂസിനായാലും ആ ഒരു അവരുടെ വേ ഓഫ് ഈ ഫാസ്റ്റ് ലൈഫ് ആ രീതിയിലേക്ക് കൊണ്ടുവന്നാണ്. എന്നുവെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇഡ്ഡലി മേടിച്ചു കഴിച്ചു, ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ വന്ന് പെട്ടെന്ന് കഴിക്കാം, കോഫി കുടിക്കാം. ആ ഒരു വേ ഓഫ് പാറ്റേൺ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഫാമിലി വന്ന് തുടങ്ങി, അപ്പോൾ നമുക്കത് കുറച്ചൊരു സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് സ്പേസ്, അപ്പോൾ ആൾക്കാർക്ക് സ്പേസ് നമ്മൾ ഇരിക്കുന്ന ഒരു സ്പേസ് ആണ് അല്ലേ? സെൽഫ് സർവീസ് തിങ് അതിപ്പോഴും വി ആർ കണ്ടിന്യൂയിങ്. പല സ്ഥലങ്ങളിലും മുക്കിന് നമ്മൾ ഈ കുഴിമന്തി കടകളും അറബ് ഫുഡും അല്ലെങ്കിൽ നോൺ വെജ് ഫുഡുമാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിനുള്ള ഒരു ഐ മീൻ ഒരു ആവശ്യകത വളരെ കുറവാണ്, ഒരു ഡിമാൻഡ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഐഡലി കഫേയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു കുഴിമന്തി അല്ലെങ്കിൽ ഒരു ബർഗർ, ഒരു സാൻഡ്വിച്ച് ഇതെല്ലാം ട്രെൻഡിങ് ആവുന്നത്, അതുപോലെ തന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ആ ഡിഷസ് ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അശ്വൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. അദ്ദേഹം മാർക്കറ്റിങ്ങിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? 2 ദിവസം നമ്മളിപ്പോൾ റിസോർട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ സ്റ്റേ? 3-4 days. After that, what do you think? Like, we'll come back home. Yeah, exactly. That's the thing. Yeah. സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഇഡ്ഡലി കഴിക്കും. നമ്മളൊരു എന്നും മോർണിംഗിൽ ഇഡ്ഡലി കഴിക്കും, ദോശ കഴിക്കും, ഉപ്മാവ് കഴിക്കും. ദിസ് തിങ് വി കീപ് ഡൂയിങ് ബിക്കോസ് നമ്മൾ ചെറുപ്പം തൊട്ട് അത് കഴിച്ച് നമ്മുടെ നാവിലൊരു ടേസ്റ്റാണ്. അതിന് മാറി 2 ദിവസം മേ ബി വി ക്യാൻ ഹാവ് ദാറ്റ് ഒരു ചേഞ്ച്. ദെൻ അഗൈൻ വിൽ കം ബാക്ക് ടു ദിസ്. ദാറ്റ്സ് ദ സ്ട്രാറ്റജി. ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പാരൻസും ഒക്കെ എങ്ങനെയാണ് ഇതിൽ ഡയറക്റ്റ് വന്നിട്ട് അവർ ഇൻവോൾവ് ചെയ്യുന്നതാണോ, അല്ലെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ റോ പ്രൊഡക്ഷൻ ടൈമിലാണോ അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്? നിങ്ങൾ ആക്ച്വലി ഏത് റെസ്റ്റോറൻറ്റിൽ പോയാൽ ഓണറെ കാണില്ല, ബട്ട് യു വിൽ ഫൈൻഡ് ഹിയർ. കറക്റ്റ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത് കറക്റ്റ്. അപ്പോൾ അത് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഡയറക്റ്റ് വൺ ടു വൺ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സിദ്ധാർത്ഥിനോടാണെങ്കിൽ ഞങ്ങൾ കണ്ടിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് കഴിച്ചിട്ട് ഡയറക്റ്റ് ഫീഡ്ബാക്ക്, വളരെ പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി അങ്ങനെയാണ്, അവരും അങ്ങനെ തന്നെയാണ് തിരിച്ചും ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ക്രൗഡ് എപ്പോഴും നമ്മളിവിടെ കാണുന്നത് അല്ലേ? കാരണം അങ്കിൾ ഭയങ്കര വെൽക്കമിംഗ് ആണ്. ഞാൻ ആ അങ്കിളിനെ കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ബിസിനസ് ABCD അറിഞ്ഞൂടാ, ബട്ട് ഹീ ടോൾഡ് മീ ടു ജോയിൻ and see how it goes. നമ്മളിവിടെ ഞാൻ കുറച്ച് മെഷീനറീസ് ഒക്കെ കണ്ടു, ലൈക്ക് സ്റ്റീമർ ഒക്കെ പോലുള്ള മെഷീനറീസ്. അപ്പോൾ ഷെഫ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ? ഈ എവിടെ നിന്നാണ് നമ്മളിത് സോഴ്സ് ചെയ്യേണ്ടത്? ഇതൊക്കെ ആക്ച്വലി പല സ്ഥലത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ആൾ അസംബ്ലി ചെയ്ത് ആൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഇതിൻ്റെ കുക്കിംഗ് ടൈം എങ്ങനെയായിരിക്കണം, അപ്പോൾ എന്ത് അലുമിനിയം യൂസ് ചെയ്യണോ, സ്റ്റീൽ യൂസ് ചെയ്യണോ, ടെമ്പറേച്ചർ നിൽക്കുമോ, അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു എക്സ് ഫാക്ടർ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ദോശക്കല്ലാണെങ്കിൽ പോലും ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കണേക്കാളും ഉപരി ഈ തിങ്സ് ഓഫ് അസംബ്ലിങ് എങ്ങനെയൊക്കെ അതിനെ ഇനിയും ഇത് കേട്ടിട്ട് എത്ര ടൈമിനുള്ളിൽ ഐ ക്യാൻ പ്രിപ്പയർ ദ ദോശ, എത്ര അതിൻ്റെ ടേസ്റ്റ് മാറ്റാം. ജസ്റ്റ് ദ ബാറ്റർ അല്ല, ആ കല്ല് പോലും ഇസ് വെരി ഒരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആ ദോശയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് കല്ല് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ഒരു ബർണർ എങ്ങനെ വെക്കണം, ആൻഡ് സ്റ്റീമർ ആണെങ്കിൽ പോലും അതിൻ്റെ എന്താ ഇഡ്ഡലിയുടെ കുക്കിംഗ് ടൈമിനും പിന്നെ ആ സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ വിച്ച് മെറ്റീരിയൽ വിൽ ബി മച്ച് യൂസ്ഫുൾ ടു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്.